അന്നൊക്കെ വീടുകളിൽ ഈ നാട്ടിൽ സുബൈക്ക് ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ഓരോ വീട്ടിൽ ഖുർആനോത്ത് ഇങ്ങനെ കേട്ടാൽ നടന്നു പോകുന്ന ആൾക്കുള്ള സന്തോഷം എത്രയെന്ന് വീടുകളിൽ നിന്ന് ഖുർആനോത്ത് ഇങ്ങനെ കേട്ടിട്ട് ഒരുപാട് നേരം ചിന്തിച്ചിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാതിരാത്രിയിൽ നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് രാത്രി ഖുർആനോത്ത് കേൾക്കും. ഉമർ റളിയല്ലാഹു അൻഹു അറിയാതെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി ഒരുപാട് നേരം ആ വചനങ്ങളെ ആലോചിച്ച് ചിന്തിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ചിന്തിച്ച് ആ ചിന്തക്ക് തീ പടർന്നപ്പോ ചൂട് പിടിച്ചപ്പോ മഹാനവറുകൾ പൊട്ടിക്കരയുകയാണ്. ഭവനത്തിന്റെ ഉള്ളിൽ വെച്ച് ഓതുന്ന ആള് ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖ്ഫിൽ മർഫൂഅ് വൽ ബഹരിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. ആ രണ്ട് വചനങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇരുത്തി ചിന്തിപ്പിച്ചത്, ഉമർ റളിയല്ലാഹു അൻഹു പനി ബാധിപ്പിച്ചത്. ദിവസങ്ങളോളം പനി പിടിച്ച് വീട്ടിൽ കിടക്കുന്നു, സന്ദർശകർ വരുന്നു, പനി പിടിക്കാനുള്ള കാരണം ആർക്കും മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ രണ്ട് വാണിങ്ങുകളുണ്ട്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. തൂരി സീനാ പർവ്വതം സാക്ഷ്യപ്പെടുത്തിയിട്ട് ബൈത്തുൽ മഅമൂർ സത്യപ്പെടുത്തിയിട്ട് ഉയർന്നു നിൽക്കുന്ന ആകാശമണ്ഡലങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഖിയാമത്ത് നാളിൽ കത്തിക്കാൻ പോകുന്ന സമുദ്രത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നു ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. നിന്റെ റബ്ബ് സംവിധാനിച്ച ശിക്ഷയുണ്ടല്ലോ, ലവാഖിഉ, നടക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഉ. പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരാളും ഇല്ല, ഒരു സൈന്യവുമില്ല, ഒരു അധികാരിയുമില്ല, ഒരു പ്രതിരോധ സേനയുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, നടക്കുമെന്ന് പറയുന്ന ശിക്ഷ അല്ലാഹ് ഞാനത് കൊള്ളേണ്ടി വരുമോ? അവിടെ എനിക്ക് പ്രതിരോധിക്കാൻ വല്ലതുമുണ്ടോ? സുബ്ഹിയാകുന്ന നേരം വരെ ഒരേ ഇരുത്തം ഇരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തുന്നത് ശരീരം മറച്ചിട്ടാണ്. നമ്മൾ എവിടെന്നെങ്കിലും മഞ്ഞുകൊണ്ടാൽ ശരീരം മറക്കാറില്ലേ? ഇതുപോലെ ശരീരം മറച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ദിവസങ്ങളോളം പനി ബാധിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആനും അവരെ മനസ്സും തമ്മിലുള്ള ടച്ച് എന്താണ്? ആ ഖുർആൻ അവരെ മനസ്സിൽ നൽകുന്ന സ്വാധീനം എത്രയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഉലമാവും ഉമറാവും ഒരുപോലെ മുറുകെ പിടിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എന്റെ സ്വന്തം വകയിൽ പറയുകയല്ല. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയുന്നു, സ്വഹാബത്ത് താബീങ്ങളിൽ ഉമറാക്കളും ഉലമാക്കളും ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ശുഗൽ 5 കാര്യങ്ങളിലാണ്. അത് തന്നെയാണ് നമ്മുടെ ആളുകളും സ്വീകരിക്കേണ്ടത്. എങ്കിലേ അവർ ചെയ്യുന്ന ദൗത്യ നിർവഹണത്തിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതിലൊന്ന് ഖുർആനോത്താണ്. അതിന് കുറവുണ്ടാകരുത്, അതിന് കുറവ് സംഭവിക്കരുത്. കഴിവിന്റെ പരമാവധി നേരം അങ്ങോട്ട് തിരിക്കണം. ഘട്ടം ഘട്ടമായിട്ട് അതിന് സമയം കണ്ടെത്തണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഘട്ടം ഘട്ടമായി സമയം കണ്ടെത്തിയതുപോലെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയതുപോലെ, വീട്ട് തടങ്കലിൽ പാർക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ നേരം പോക്ക് അല്ലാഹുവിന്റെ ഖുർആനാണ്. ശത്രുക്കൾ മുഴുവനും പുറത്തിങ്ങനെ വീട് വളഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടു തടങ്കലിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർത്തുമ്പോ മദീനയാകുന്ന പരിശുദ്ധമായ ഭൂമിക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വിവരങ്ങൾ കൈമാറിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ശത്രുക്കളോട് ചോദിക്കും,
ചോദിക്കുന്നുണ്ട്, ജനങ്ങളെ നിങ്ങളൊക്കെ കുടിക്കുന്ന കിണർ വാങ്ങി തന്നതാരാ? അതേ, ഏറ്റവും പ്രയാസം അനുഭവിച്ച തബൂക്ക് സൈന്യത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ മുഴുവനും ഒരുക്കിയവരെ യാത്ര അയച്ചതാരാ? ഇക്കാണുന്ന മദീനത്തെ പള്ളിക്ക് വിശാലമാക്കാനുള്ള സ്ഥലം വാങ്ങിച്ചു തന്നതാരാ? ഇതൊക്കെ ചോദിക്കുമ്പോ ആളുകൾ ശരിയായ മറുപടി പറയുന്നുണ്ടെങ്കിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീട്ടിൽ പൂട്ടിയിട്ട സന്ദർഭത്തിൽ നേരം പോക്കിന് കണ്ടെത്തിയ വഴി ഖിറാഅത്തുൽ ഖുർആനാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ശത്രുക്കൾ വന്ന് വെട്ടിയത്. ആ വെട്ടിയ തുള്ളിയിൽ നിന്നൊരൊറ്റ തുള്ളി പോയി കിടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർക്കൊരു പ്രത്യുത്തരമാകുന്ന രീതിയിലല്ലേ. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറയുന്ന വചനത്തിലാണല്ലോ ഒരു തുള്ളി രക്തം പോയി വീഴുന്നത്. എന്താണ് ആ വചനത്തിന്റെ ഉൾപ്പൊരുൾ? ഓ ഉസ്മാൻ തങ്ങളെ, ശത്രുക്കൾക്ക് കൊടുക്കേണ്ടത് അല്ലാഹു അങ്ങ് മതിയാക്കി കൊടുക്കും. വഹുവസ് സമീഉൽ അലീം. ഈ രംഗം മുഴുവനും അവൻ കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റുകൊണ്ട് ഖുർആൻ ഓതി വിടവാങ്ങുമ്പോ ഉസ്മാൻ തങ്ങളോട് നേരെ തൊട്ടു തലേന്ന് ആ വീട്ടിന്റെ മുകൾ ഭാഗത്തൊരു ചെറിയ ദ്വാരം പ്രത്യക്ഷപ്പെട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തായത്തിലുള്ള ഭക്ഷണവും കൊടുത്തിട്ട് നാളെ നോമ്പ് തുറക്കുന്നത് നമ്മുടെ അടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്തോഷങ്ങളൊക്കെ നൽകിയിട്ടും ഇത്രമാത്രം സന്തോഷങ്ങളും സ്ഥാനങ്ങളും കിട്ടിയിട്ടും ഖുർആനോത്തിന് മാറ്റമില്ല. അവിടെയാണ് മുസ്ലിമേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഉലമായിനും ഉമറായിനും ഗഡ്സ് ഉണ്ടാകണോ, പവർ ഉണ്ടാകണോ? അവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സ്വഭാവം ഖുർആനുമായുള്ള ബന്ധമാണ്. സങ്കടമുണ്ട്. എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഖുർആനോത്തിന്റെ അവസ്ഥയെ പറ്റി ചോദിച്ചപ്പോഴാളെ മറുപടി, ഖുർആൻ ഒന്ന് നേരാ പണ്ണോ ഓതണമെങ്കിൽ റമളാൻ വരണം. നഊദുബില്ലാഹ്. മോനെ, റമളാൻ വരെ നിനക്ക് ആയുസ് അല്ലാഹു തആല കണക്കാക്കി എന്ന് ഉറപ്പുണ്ടോ? എന്നും ബന്ധപ്പെടേണ്ടതല്ലേ വിശുദ്ധ ഖുർആൻ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതല്ലേ ഖുർആൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഏറ്റവും അധികം നേരം ചെലവഴിച്ചത് ഖുർആനിനാണ്. രാത്രി ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, എല്ലാവരും ഉറങ്ങാൻ പോകാൻ, നല്ല ക്ഷീണുണ്ട്, ആരാ കാവൽ നിൽക്കുക? അപ്പൊ രണ്ട് സ്വഹാബിമാര് പറഞ്ഞു, ഞങ്ങൾ കാവൽ നിന്നോളാം, സുബഹിയാകുമ്പോ ഞങ്ങൾ വിളിക്കും, എല്ലാവരും ഉറങ്ങിക്കോളും. എല്ലാവരെയും ഉറക്കി. രണ്ടാളെ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോ ഉറങ്ങി. ഒരാളിങ്ങനെ കാവൽ നിന്നപ്പോ അയാൾക്ക് തോന്നി ഈ ടൈമിൽ അങ്ങ് ഖുർആൻ ഓതി നിസ്കരിക്കാം. അതാണ് ഇപ്പൊ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അവരെ ഹൃദയത്തിന്, അവരെ നേരം പോക്കിന്, അവരുടെ ആ ഒരു ടൈം തീർക്കുന്നതിന് ഇതല്ലാത്ത മാർഗങ്ങളും വേണമെങ്കിൽ അവർക്കറിയാം. ഏതെങ്കിലൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ പാടിയിട്ട് നേരം കളയാൻ അറിയാത്തവരൊന്നല്ല. അറബി ഭാഷയിൽ സാഹിത്യ സാമ്രാട്ടുകളാണ് അവര്. പക്ഷേ പരിശുദ്ധ ഖുർആനാണ് അവരെ തലക്ക് പിടിച്ചത്. ഖുർആനാണ് അവരെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചം. ആ ഖുർആനാണ് അവരെ സ്വീകാര്യതയുടെ സർവമാന തലവും ഖുർആനാണ്. ഖുർആൻ അങ്ങ് ഓതി നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ നിസ്കരിക്കല്ലേ, ഖുർആനോത്തിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സ്വഹാബിയെ കണ്ട ശത്രു ഉന്നം പിഴക്കാതെ അമ്പറിഞ്ഞു. ആ അമ്പ് വന്ന് ശരീരത്തിൽ തറച്ചു. തറച്ച ഭാഗത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്നു. പക്ഷേ ഈ ഖുർആനോതുന്ന സ്വഹാബി വര്യൻ കൈകഴിച്ചിട്ടില്ല.
രക്തമൊലിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കിടക്കുന്ന ആളെ മുഖത്തെത്തിയിട്ട് അയാൾ എന്തോ നനവ് കണ്ടിങ്ങനെ തുടച്ചു നോക്കുമ്പോഴാണ് രക്തമാണല്ലോ. എവിടുന്നാണ് രക്തം വരുന്നത്? രക്തമാണല്ലോ. പരിസരത്ത് ഉറങ്ങുന്നവരൊക്കെ വിളിച്ചുണർത്തുമ്പോ അപ്പോഴും ഈ സ്വഹാബി അവരെ മനസ്സും ഖുർആനും തമ്മിലൊന്ന് ലയിച്ചത് സഹോദരങ്ങളെ. അത്രമാത്രം വലിയൊരു അമ്പ് വന്ന് തറച്ചിട്ട് രക്തം ഇങ്ങനെ ഒഴുകി വാർന്നിട്ടും ഓതുന്ന ഖുർആൻ വിട്ടിട്ടില്ല, മാറിയിട്ടില്ല, അതിന് തടസ്സമുണ്ടായിട്ടില്ല. ആ ഒരു രംഗത്ത് ക്ഷീണം വന്നതുകൊണ്ടാണ് നമ്മുടെ വാക്കിന്, നമ്മുടെ നാക്കിന്, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമുക്കൊരു പ്രസക്തി ഇല്ലാതായി പോയത്. നല്ലോണം ഖുർആൻ ഓതുന്ന, ഖുർആനുമായി ദായിമാകുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വഖാറ്, ഒരു ഒതുക്കം, ഒരു സന്തോഷം, ഒരു ബഹുമാനം ഉണ്ടാകും. ആ നാവ് കൊണ്ട് അയാൾ ചെറുതൊന്ന് പറഞ്ഞാൽ തന്നെ മതി, കേട്ടിരുന്നു. അതാണ് വല്യാപ്പാക്കൊക്കെ ഉണ്ടായിരുന്ന ഗഡ്സ്. സ്വന്തം പേര് മാത്രമേ മൂപ്പർക്ക് എഴുതാൻ അറിയുള്ളൂ, ഒരു ഒപ്പും കൂടി നേർക്ക് ഇടാൻ അറിയില്ല. അങ്ങനത്തെ വല്യാപ്പ ഒരു കുടുംബത്തിലെ ആൾക്കാരെ വിളിച്ചിട്ട് ഉമറാക്കളാണ്, ഉമറാക്കൾപ്പെട്ട തലവനാണ് വല്യപ്പ, മക്കളെ നാളെ അതൊക്കെ ചെയ്യണട്ടോ, സമീന വാത്താന, ഞങ്ങൾ സ്വീകരിച്ചു, അനുസരിച്ചു വാപ്പ, ഒരു തടസ്സമില്ല. മറുവാക്കാരും പറയുന്നില്ല, കഴിയൂല എന്ന് പറയുന്നില്ല, എനിക്ക് അവിടെ തിരക്കുണ്ട് ഇവിടെ തിരക്കുണ്ട് ഒന്നും പറയുന്നില്ല, ഒരാളും ഒരു ഒഴിവും പറയുന്നില്ല, പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്നു. അന്നത്തെ ഉമറാക്കൾ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത് വെച്ചിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് അന്നത്തെ ഉമറാക്കളുടെ തലവൻ പറയുമ്പോ ജനങ്ങൾ എത്ര കൂട്ടം ആളുകൾ ഉണ്ടായാലും, ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും ആഭാരവൃദ്ധം ജനങ്ങളും അനുസരിക്കാനും സ്വീകരിക്കാനുള്ള മാനദണ്ഡം അദ്ദേഹം എല്ലാവർക്കും മാസം ശമ്പളം കൊടുക്കുന്നതുകൊണ്ടല്ല, അയാളിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പ്രതീകമുണ്ടായിരുന്നു. ആ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞത് കേൾക്കുന്ന ആൾക്കാർ സ്വീകരിച്ചിരുന്നു. ആളുകൾ എളുപ്പത്തിൽ സ്വീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള ഉലമാക്കൾ എന്തെങ്കിലും ഒരു പ്രസ്താവന ഏതെങ്കിലും ഒരു കാലത്ത് നടത്തിയിട്ട് അതൊരിക്കലും വൃഥാവിലായിട്ടുണ്ടോ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. താജുൽ ഉലമ തങ്ങളുപ്പ അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, ഉത്തരോത്തരം ദർജയേറ്റി കൊടുക്കട്ടെ. ഖുർആൻ ഇഫ്ലാക്കിയ തന്നെ തഫ്സീർ ഓതുമ്പോഴാണ്. ചരിത്രങ്ങൾക്കൊക്കെ അറിയാലോ, തഫ്സീർ ഓതുമ്പോഴാ പള്ളി ദർശന ഖുർആൻ ഇഫ്ലാക്കുന്നത്. തഫ്സീർ ഉസ്താദിൽ ഓതുമ്പോ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഇഫ്ലാക്കും. അവരെ കൂടെ കാറിലൊന്ന് യാത്ര ചെയ്ത് നോക്കും. നമ്മളുള്ള വിഷയങ്ങൾ മുഴുവൻ പറയാതെ ഒരു കുട്ടിങ്ങനെ ചെന്നാല് അവിടെ പരിപാടിക്ക് ഇറങ്ങുന്നിടത്ത് വരെ യാതൊന്നും ഉണ്ടാ ഞാൻ കഴിഞ്ഞില്ല. അതെന്താ? മിക്കതും അങ്ങനെ. അവർക്ക് ഓതാനുള്ള ആ ഓത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തോളൂ. ആ ഓതാനുള്ള എത്ര ജുസ്, എത്ര ദിവസം കൊണ്ട് ഖത്മ് തുറക്കണം, അതിന് യാതൊരു തടസ്സമില്ല, ഒരു ഒഴിവില്ല, ഒരു കഴിവില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി. അവരെ നാവ് കൊണ്ട് ഒന്ന് പറഞ്ഞ, ഒന്ന് ഊതിയ, നീ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ആവട്ടെ, ഇതിന് മറുവാക്കണ്ട. എന്താ അതിന്റെ കാരണം? വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യം അത്രമേൽ ആ നാവിൽ, ആ വാക്കിൽ, ആ ശരീരത്തിൽ തറുവായിരുന്നു. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഖിറാഅത്തുൽ ഖുർആൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കണം ഉമറാക്കളും ഉലമാക്കളും. രണ്ടാമത്തെ ഒന്ന് ഇമാറത്തുൽ മസാജിദി, പള്ളി പരിപാലനമാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളൂ, പള്ളി പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായും പള്ളിയിലുള്ള സാന്നിധ്യമാണ്. ഒരു 15 വർഷം മുമ്പ് നമ്മുടെ ഈ നാട്ടില് എല്ലാ വീട്ടിലും വാഹനങ്ങളില്ല, ഇല്ല. ഇപ്പൊ മിക്ക വീടുകളിലും വാഹനങ്ങളാണ്. ഒരു 20 വർഷം മുമ്പ് എല്ലാ വീട്ടിലും വൈദ്യുതി ഇല്ല. ഇപ്പൊ എല്ലാ വീടുകളിലും വൈദ്യുതിയാണ്. സഹോദരങ്ങളെ, ഈ വാഹനങ്ങൾ ഏറ്റവും ആദ്യം സുബഹിക്ക് എത്തേണ്ടത് ഈ പള്ളിയുടെ മുൻവശത്തുള്ള വിശാലമായ മൈതാനത്താണ്. പഴയകാലത്തെ ഉപ്പമാര് മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് വന്നിരുന്നൊരു സ്വഭാവമുണ്ട്. എന്തിനാ അത് നിർത്തലാക്കിയത്? ഉമറാക്കളെ, ഉലമാക്കളെ, ജീവിച്ചിരിക്കുന്ന
ഉലമാക്കള് അവരൊരു ജമാഅത്തും പോകരുത് എന്ന് കരുതിയിട്ട് അവരവരെ വീടിന്റെ ചുറ്റുഭാഗത്ത് ജുമുഅത്ത് പള്ളിയിലേക്ക് പോകാനുള്ള ദൈർഘ്യം കാരണം തൊട്ടടുത്ത് തന്നെ ഒരു നിസ്കാരപ്പള്ളി ജമാഅത്തിന് വേണ്ടി സജ്ജീകരിച്ചത് കാണാം. എന്തിന്? ഒരാഴ്ചക്കാലം പള്ളി ദർസിൽ വെച്ച് ജമാഅത്ത് കിട്ടും. ഒരു ജമാഅത്ത് മുടങ്ങിപ്പോകരുത് എന്ന് കരുതിയിട്ട് അവനാന്റെ വീട്ടുമുറ്റത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് നിസ്കാരപ്പള്ളിയാണ്. ജമാഅത്ത് എന്നാലും മുടങ്ങിക്കൂടാ. എത്ര ആലിമീങ്ങള് അവർക്ക് ആവതുള്ള കാലത്ത് അവർ തസ്ബീഹ്മാലയും പിടിച്ച് സുബഹിക്കങ്ങ് നടന്നു. ഇപ്പൊ ആ രൂപത്തിന് നടക്കാൻ കഴിയുന്നില്ല. എന്നാലും ഇത് പോകാൻ പാടില്ല, ജമാഅത്ത് ഒഴിവാകാൻ പാടില്ല, മുടങ്ങി പോകാൻ പാടില്ല, പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധം നീക്കാൻ പാടില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ വീട്ടിലുള്ള മക്കളെ നിർബന്ധ ബുദ്ധിയാ തന്നെ എഴുന്നേൽപ്പിച്ച് ഭർത്താക്കന്മാരോടൊപ്പം ഏറ്റവും ആദ്യം മണി ചുരുക്കി മാറ്റിയൊരുക്കിയിട്ട് എല്ലാ ദിവസവും സുബഹിക്ക് പള്ളിയിലേക്ക് അയച്ചോ. ഉപ്പമാരെ മക്കളുമായിട്ട് അങ്ങനെ ഒന്ന് വന്നു നോക്ക്. മദീനയുടെ ഒരു സൗന്ദര്യം നമ്മുടെ നാട്ടിലുണ്ടാകും, എല്ലാ നാടുകളിലും ഉണ്ടാകും. പഴയ കാലത്തെ മദീനയിൽ ഏറ്റവും അധികം രക്ഷിതാക്കൾ കുട്ടികളുമായി വരുന്നത് സുബഹി നിസ്കാരത്തിനാണ്. കാരണം സുബഹിക്ക് ആർക്കും തൊഴിലില്ലല്ലോ. സുബഹിയും കഴിഞ്ഞ് സൂര്യനെ കുതിച്ചിട്ടല്ലേ കച്ചവടക്കാർ കച്ചവടത്തിനും ആടിനെ മേയ്ക്കുന്നവർ ആടിനെ മേയ്ക്കുന്നതിനും കൃഷിയിടങ്ങളിലേക്ക് കർഷകന്മാരും ഒക്കെ പോകുന്നത്. സ്വഹാബത്തിലും കർഷകരുണ്ട്, സ്വഹാബത്തിലും ആടിനെ മേയ്ക്കുന്നവരുണ്ട്, സ്വഹാബത്തിലും ഒട്ടകത്തെ മേയ്ക്കുന്നവരുണ്ട്, കാരക്ക പറിക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, വിവിധ തൊഴിലാളികളുണ്ട്. പക്ഷേ അവരൊക്കെ സുബഹിക്ക് എത്തുന്നതിന് വളരെ മുൻപന്തിയിലാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അതിൽ ഒരു ചോദ്യമാണ് സ്വഹാബത്തിനെ കൂടുതൽ ആശങ്കപ്പെടുത്തിയത്. തങ്ങൾ ചോദിച്ചു, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തതാരാ? അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റൊന്ന് ഞാനെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അതെന്താ പരിപാടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹിക്ക് എവിടുന്നാ ഭക്ഷണം കൊടുത്തത്? നമ്മളൊക്കെ ഭക്ഷണം വരെ പോയിട്ട് അങ്ങോട്ട് കഴിക്കാനാകുന്നില്ലേ ഉള്ളൂ. മുമ്പ് സുബഹിക്ക് വരുമ്പോഴേക്ക് ഭക്ഷണം കൊടുത്തോ? എല്ലാവർക്കും ആശങ്ക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് മറുപടി പറഞ്ഞത് ഒന്നുമല്ല, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ എന്റെ മകൻ അബ്ദുറഹ്മാൻ കൂടെ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അതാണ് നമ്മൾ അടിവരടേണ്ടത്. സുബഹിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരുമ്പോ കൂടാറുണ്ട്. എത്ര വാപ്പാർക്ക് 23, 25, 28, 30 വയസ്സായ മക്കളുണ്ട്. കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും. അവര് പള്ളിക്കെന്നാലും മക്കള് വരുമോ? ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരണ്ടേ? അതാണ് ശരിക്കും ഉമറാക്കളായ നിങ്ങൾ ദീനിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇമാറത്തുൽ മസാജിദ് എന്ന പള്ളിയുടെ ഈ ഒരു സൗന്ദര്യവൽക്കരണം മാത്രമല്ല, അത് അതിലൊരു ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പള്ളി കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഹയാത്ത് ഉണ്ടാകണം. അതിന് ആ പള്ളിയിലേക്കുള്ള വരവാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മകൻ പൊരേന്നിങ്ങനെ വരുമ്പോ അടുക്കളയിൽ നിന്ന് ഒരു ഖുബൂസ് എടുത്ത് പോന്നു, ഒരു റൊട്ടി എടുത്ത് പോന്നു. കുട്ടികളല്ലേ, അവര് കയ്യിലെന്തൊക്കെ തിന്നുകൊണ്ടിരിക്കുമല്ലോ, അവർ സ്വഭാവം അങ്ങനല്ലേ. പൊതുവെ കുട്ടികളല്ലാത്തവർക്ക് പറ്റൂലല്ലോ. അപ്പൊ ഞാനിങ്ങനെ പള്ളിയുടെ അടുത്ത് വന്നപ്പോ ഒരു സാധുവിനെ കണ്ടു, ദൂരെ കാണാത്ത ആളാ. മകന്റെ കയ്യിൽ നിന്ന് ആ റൊട്ടി വാങ്ങിയിട്ട് അയാൾക്കങ്ങ് കൊടുത്തു. ഇതാണ് സുബഹിന്റെ മുമ്പ് തന്നെ ഒരു മിസ്കീൻ കൊടുത്ത ഭക്ഷണം. എന്തൊരു ഖൈറാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നേരം കാര്യമൊന്നും കണക്കില്ലാതെ ചെയ്യുന്നത്. എത്രയാണ് എന്തൊരു അധ്വാനം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടെ. അതുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഇന്ന മിനശ്ശജരി ശജറതൻ മസലുഹാ മസലുൽ മുസ്ലിം, മരത്തിന്റെ കൂട്ടത്തിൽ മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, അതിന്റെ ഉപമ ഒരു മുസ്ലിമിന്റെ ഉപമയാണ്. ആ മരത്തിന് ഉപമിക്കാൻ പറ്റിയത് ഒരു മുസ്ലിമാണ്. ആ മരത്തിന്റെ എല്ലാം അനുകൂലമാണ്, ഖൈറാണ്. ഒരു മുസ്ലിമും അങ്ങനെയുള്ള ആകേണ്ടത്. ഒരു മുസ്ലിമിന്റെ വാക്കും പ്രവൃത്തിയും സാന്നിധ്യവും അവന്റെ അസാന്നിധ്യവും ഒക്കെ ഖൈറാകണം. ആ നിലക്ക്
അപ്പൊ എല്ലാവരോടും ചോദിച്ചപ്പോ ഉത്തരം പറയാൻ ചോദിച്ചപ്പോ കുറച്ചു നേരം തങ്ങൾ ഇങ്ങനെ കാത്തുന്നു. ആരും ഒന്നും പറയുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് ഈത്തപ്പഴമരമാണ്. നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന മകൻ പറഞ്ഞു, അപ്പ ആ ഉത്തരം എനിക്കറിയായിരുന്നു, എന്നാ മോനെ അതൊന്ന് പറയണ്ടേ. ബാപ്പക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും. ആ 10-250 സ്വഹാബത്തിന്റെ ഇടയിൽ സുബൈക്ക് എന്റെ മോൻ ഉത്തരം പറഞ്ഞു എന്ന് പറയുമ്പോ ചെറിയ സന്തോഷ. ആരോടാണ് ഈ ഉത്തരം പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ പറഞ്ഞൂടെ? എന്താ മോന്റെ മറുപടി? ഒരു ഭാഗത്ത് നോക്കുമ്പോ നിങ്ങൾ, മറ്റേ ഭാഗത്ത് നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ എങ്ങനെ പറയാം? നിങ്ങളെ രണ്ടുപേരും അപ്പുറത്തും കാണുമ്പോ എനിക്ക് പറയാൻ ഒരു ബഹുമാനത്തിന്റെ ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല. ആ കുട്ടിക്ക് ആ ബഹുമാനം നൽകുന്നതിനും ഈ ഇൽമു നൽകുന്നതിനൊക്കെ സുബൈക്ക് വാപ്പാന്റെ കൂടെയുള്ള വരവില്ലേ, അതാണ് നമ്മുടെ നാട്ടിൽ ദീന് നിലനിർത്തിയിരുന്നത്. അന്നത്തെ കാലത്ത് വാപ്പാര് പള്ളി കണ്ടില്ലെങ്കിൽ സുബൈക്ക് പള്ളി കണ്ടായിരുന്നു. അന്ന് അതിനാണ് കാര്യമായിട്ട് കയർക്കല്, ചൂടാകല്, ശകാരിക്കല്, ഉപദേശിക്കല്, ദേഷ്യം പിടിക്കും. ഇന്ന് അവനാ പണിക്ക് പോയിട്ടില്ലെങ്കിൽ ഇപ്പം ദേഷ്യം പിടിക്കും. കിട്ടുന്ന 500-700 കുറഞ്ഞു വില. പണിക്കോയാ ദേഷ്യം പിടിക്കണ്ടെന്നല്ല പോയിരുന്നാൽ പോണോ, കുടുംബം പോറ്റണ്ടേ. പക്ഷെ അതിനേക്കാൾ വലുത് ആ ഒരു കുട്ടി ഭാവിയിൽ ഒരു ഉമറാക്കള കൂട്ടത്തിൽ ഒരു മെമ്പറായിട്ട് ഈ നാടിന് ദീന് നിലനിർത്താൻ വളർന്നു വരേണ്ട ആളാണ്. ഞാൻ ആ കുട്ടി കൊടുക്കേണ്ടത് എന്താ? ദീന് കൊടുക്കണം, നന്നായി ദീന് പകർത്തി കൊടുക്കണം. അതിനാ നമ്മളൊക്കെ ദ്വാർക്കുന്നത്. ഉമറാക്കളാകാൻ നേതൃത്വം കിട്ടാൻ വേണ്ടി നമ്മളൊരു ദുആ അല്ലാഹുവോട് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അത് അറിയുന്നില്ലല്ലേ ദ്വാർക്കുമ്പോ? ഞാനും നിങ്ങളും ദ്വാർക്കാറുണ്ട്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നല്ല ആളുകൾക്ക് ഞങ്ങളെ നീ നേതാക്കളാക്കണം. ആ നല്ലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഒന്നുകിൽ തൊട്ടപ്പുറത്ത് പറഞ്ഞ മക്കളും പേരമക്കളുമാണ്, അതല്ലെങ്കിൽ സമൂഹത്തിൽ അനുകരിക്കാൻ പറ്റുന്ന എല്ലാവരുമാണ്. തൊട്ടപ്പുറത്ത് മക്കളെയും പേരമക്കളെയാ പറഞ്ഞത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഒന്നുകിൽ ആ മക്കള് പേരമക്കളാണ് ഈ മുത്തഖീൻ, അവര് നല്ലവര്, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമാമാക്കി, ഒരു ഉമറാക്കളിൽപ്പെട്ട ഉലമാക്കളിൽപ്പെട്ട നേതൃത്വമാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് മുഅ്മിനീങ്ങളെ ദ്വാർക്കാൻ വേണ്ടി ഖുർആൻ കൽപ്പിച്ചത്. ആ ഒരു സ്ഥാനം നമ്മൾ അല്ലാഹുവോട് ചോദിച്ചു വാങ്ങാണ്. ആ ഒരു പോയിന്റ് ചോദിച്ചു വാങ്ങിയാൽ മാത്രം പോരാ, ആ ഒരു ലെവലിലേക്ക് മക്കളെ കൊണ്ടുവരണം. ഇമാറത്തുൽ മസ്ജിദ്, പള്ളി പരിപാലനം, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നല്ലോണം പഠിക്കാൻ കഴിവുള്ള നല്ല നല്ല മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ഉലമാക്കൾ വളർന്നു വരണം. ഉലമാക്കളും മുതഅല്ലിമീങ്ങളും ഇന്ന് കുറച്ചേറെയാണ്. അതുകൊണ്ട് അത്ര മതിയെന്ന് ചിന്തിക്കരുത്. എന്റെ തലമുറയിൽ, എന്റെ പരമ്പരയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു സപ്ലൈ ചെയ്യുന്ന, അതിന് വഴി നടത്തി കൊടുക്കുന്ന, ആ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന ഒരു മുത്തഖിയായ മകൻ വേണം. ആ മുത്തഖിയായ മകനെ കൊണ്ട് ഞാൻ കണ്ണടച്ചാലും എന്റെ കുടുംബം നേരിൽ നിന്ന് തെറ്റരുത്, നല്ല മാർഗത്തിൽ നിന്ന് വഴിവേക്കരുത്. അതിനെന്റെ മകൻ അവർക്ക് സാക്ഷിയാകണം, എന്റെ മകൻ അവർക്ക് മേൽനോട്ടക്കാരനാകണം. ആ നിലക്ക് നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരാനും പള്ളി പരിപാലനം നടക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ഞങ്ങൾ ആമീൻ പറയാത്ത അല്ലാഹു ഖബൂലാക്കട്ടെ. ദർസ് ഇമാറത്തുൽ മസ്ജിദിൽ പെട്ടതാണ്. പള്ളിയുടെ പരിപാലനത്തിന്റെ മുഖ്യമായ ഇനമാണ് ദർസ്. ആ ദർസ് കൊണ്ട് നമ്മൾ നന്നായി തീരണം. മുത്തഅല്ലിമീങ്ങളുടെ കൂടെയല്ലേ ജമാഅത്തിന് സംബന്ധിക്കുന്നത്, ഹദ്ദാദിൽ സംബന്ധിക്കുന്നത്, ഒരുപാട് ഖൈറായ മേഖലകളിൽ സംബന്ധിക്കുന്നത്. അവരൊന്ന് പറയുന്ന ആമീൻ അല്ലാഹു ഒന്ന് ഖബൂലാക്കുമെന്നതിന് കൂടുതൽ കരുത്തുണ്ട്, ഉറപ്പുണ്ട്. നമ്മളെ പോലെയല്ലല്ലോ, മുത്തഅല്ലിമീങ്ങൾക്ക് വലിയ പവറുണ്ടല്ലോ.
പള്ളിക്കുള്ള വലിയൊരു സൗന്ദര്യമാണ്. ഇൽമ് ആ പള്ളിയിൽ നിന്നാണ് ലോകത്ത് മുഴുവനും പരന്നൊഴുകിയത്. മദീനയിൽ നിന്നും പൊളിക്കാത്ത ഒരു തിണ്ണയില്ലേ. അസ്ഹാബു സുഫത്ത് 70 മുതൽ 700 വരെ ആളുകൾ ആ തിണ്ണയിൽ ഇരുന്നിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് എന്തൊരു ഹദിയ വന്നാലും ആദ്യം പുന്നാരപ്പൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിക്കുന്നത് സ്വന്തം കുടുംബത്തെക്കാൾ, സ്വന്തം അനുജരെക്കാൾ, സ്വന്തം ഭാര്യമാരെക്കാൾ ആ പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങളെയാണ്. കാരണം അവർ ദീനിന്റെ സൂക്ഷിപ്പുകാരാണ്, ദീനിന് വഴി നടത്താനുള്ളവരാണ്, ദീനിന്റെ ജ്വലിക്കുന്ന പ്രകാശങ്ങളാണ്. അവർക്കാണ് ആദ്യം കൊടുക്കുന്നത്. അവരെ പരിഗണിച്ചിട്ടാണ് ബാക്കി മുഴുവനും. എന്തിനു മാത്രം? അവരുടെ കൂടെ ഇരുന്ന ഒരു ചർച്ചയ്ക്ക് ഖുറൈശികളായ കുറച്ചാളുകൾ മദീനയിൽ വന്നപ്പോ സത്യത്തിൽ അന്ന് സ്വഹാബത്തിന് നമ്മൾ ഈ ധരിക്കും പോലെ തലക്കെട്ടും മുഴുവനായിട്ടുള്ള ഡ്രസ്സുള്ളവര് വിരലിലെണ്ണാവുന്നവര് മാത്രമേ ഉള്ളൂ. അസ്ഹാബ് സുഫത്തിൽ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മേൽമുണ്ട് ഇല്ലാത്തവരാ, കുപ്പായം ധരിക്കാത്തവരാണ്, ഒരു അരയുടുപ്പ് ധരിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരു തട്ടമുണ്ട്, ഇങ്ങനെ തോളിലും തലയും മറക്കാനൊരു തട്ടമുണ്ട്. അവർക്ക് ബനിയനോ കുപ്പായമോ മറ്റോ ഒന്നുമില്ല. പക്ഷേ അവര് വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങളാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ കാവൽപടന്മാരാണ്, വിശ്വാസ കർമ്മരംഗത്ത് പൂർണ്ണത പ്രാപിച്ചവരാണ്. ആ മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊന്ന് ചർച്ചയ്ക്ക് മുഖം തരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുറൈശി നേതാക്കൾ വന്ന് പറഞ്ഞപ്പോ പുന്നാര തങ്ങളെ കൽബില് ഏറ്റവും വലിയ സന്തോഷം അവരെ ഹിദായത്താണ്. അവരൊന്ന് വന്നാൽ അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടാൽ അവരെ ഗോത്രങ്ങളിൽ നിന്ന് കണ്ണിയായി ഓരോരുത്തരുമെന്ന സന്തോഷം കൊണ്ട് തങ്ങൾ അതിനൊന്ന് സമ്മതം മൂളാന്നപ്പോഴേക്ക് അല്ലാഹു ആയത്തിറക്കി പറ്റൂല. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. 24 മണിക്കൂറും 24 മണിക്കൂറും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിയുന്ന മഹത്തുക്കളില്ലേ, അവരെ കൂടെ തങ്ങൾ അങ്ങ് ക്ഷമിച്ചിരുന്നോളണം. നബിയെ തങ്ങളുടെ ശരീരത്തെ പിടിച്ചിരുത്തണം. ബാക്കിയുള്ളവർ ഇവിടെ വന്ന് വേണമെങ്കിൽ പഠിച്ചോട്ടെ, ചർച്ച ചെയ്തോട്ടെ. അവർക്കായിട്ട് ഇവരെ നീക്കി വെക്കുന്ന ഒരു തത്വം, ഒരു ശാസ്ത്രം അത് പറ്റൂല. ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. എന്റെ ഉമ്മത്തിൽ നിന്ന് കൂടെ ഇരുത്തത്തിന് വേണ്ടി, കൂടെ ഇരുന്നിട്ട് സന്തോഷം കൊള്ളാൻ എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ടീമിനെ നീ എനിക്ക് തന്നല്ലോ അല്ലാഹ്. അതും എന്റെ സ്വഹാബത്തിൽപ്പെട്ട മഹാന്മാരെ, നിനക്ക് സർവസ്തുതിയും. അവരെ കൂടെ ഇരുന്നാ മതി. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാത്തി വല്ലശീ യുരീദൂന വജ്ഹഹു. അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് 24 മണിക്കൂറും വിജ്ഞാനത്തിലും അമലിലുമായി തപസ്സിരിക്കുന്ന മഹാന്മാർ, അവരെ കൂടെ തങ്ങളങ്ങ് ഇരുന്നേക്കുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ. അവരിലേക്ക് തങ്ങൾ കണ്ണ് തിരിക്കരുത്, ദൃഷ്ടി പോകരുത്. അവരെത്ര കുബേരന്മാരാണെങ്കിലും കുചേരന്മാരാണെങ്കിലും ധനാഢ്യന്മാരാണെങ്കിലും ഇവിടെ വന്നിരുന്നിട്ട് പഠിച്ചോട്ടെ. അവർക്ക് വേണ്ടി ഇവരെ മാറ്റിയിരുത്തുന്ന സംവിധാനം പറ്റില്ല. എന്തൊരു മഹത്താണ്, എത്രമാത്രം വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് പള്ളി പരിപാലിക്കുന്ന ഉമറാക്കളും ഉലമാക്കളും വരണം. നാട്ടിലെത്തിയിട്ട് ജമാഅത്തിന് ഉലമാക്കൾ പങ്കെടുക്കണം. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിനോട് വരെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജമാഅത്ത് ഒഴിവാക്കുന്ന മുതഅല്ലിമിനോട് ചോദിച്ചില്ലേ, വലിമത്തഅല്ലുമു ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹലാ.
ഓ മോനെ, എന്ത് പഠനം, ഈ വലിയ ലാഭം കിട്ടുന്നതിൽ നീ അശ്രദ്ധാലുവാണെങ്കിൽ, ഈ വലിയ ലാഭം കിട്ടുന്നതിൽ ചിന്തിക്കാത്ത ആളാണെങ്കിൽ പിന്നെന്ത് പഠനമാണ്, എന്ത് പഠിക്കാനാണ്? ഈ വലിയ സ്ഥാനം കിട്ടുന്ന, ബഹുമാനം കിട്ടുന്ന ജമാഅത്ത് ഒഴിവാക്കിയിട്ടൊരു പഠനമുണ്ടോ? അപ്പൊ പള്ളി പരിപാലനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി സ്വഹാബത്ത് താബീങ്ങളിലെ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് സ്വീകരിച്ചൊരു വഴിയായിരുന്നു. മൂന്നാമത്തെ വഴി ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനുള്ള ദിക്ർ. ആ ദിക്ർ ചൊല്ലേണ്ട സന്ദർഭങ്ങളിലൊക്കെ ചൊല്ലണം, മനസ്സിരുത്തി ചൊല്ലണം. സ്വഹാബത്ത് താബിഈങ്ങൾ അവര് മിക്ക സമയങ്ങളിലും ദിക്ർ വിടാത്തവരാണ്. കഴിവിന്റെ പരമാവധി ദിക്ർ അധികം ചൊല്ലിയവരാണ്. നമ്മൾ അവർ ചൊല്ലുന്നിടത്തേക്ക് എത്ര ചൊല്ലിയാലും എത്തൂല. എന്നാലും എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ ആളുകൾ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ, മദീനത്തെ പള്ളിയിൽ വർഷങ്ങളോളം ദർസ് നടത്തിയ വലിയ മഹാൻ. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ ആര് എന്ത് ചോദിച്ചാലും മഹാനവർകൾ ചൊല്ലുന്ന ദിക്ർ, അത് ചൊല്ലി തീർന്നെങ്കിൽ മറുപടി പറയില്ല. അവരൊക്കെ ദിക്റിന്റെ മഹത്വമാണ്. ഒരു ചൊല്ലുന്ന ദിക്ർ അത് ഒരു നിലക്കും മുറിയാൻ പാടില്ല, മുടങ്ങാൻ പാടില്ല. അതിലത്രയും ദായിമാക്കി. ദിക്ർ ചൊല്ലുന്നത് കുറക്കാൻ പാടില്ല. ദിക്ർ ചൊല്ലണമെങ്കിലും ആരെങ്കിലും മരിക്കണം. നമുക്ക് സഹാബത്തൊക്കെ ദിക്റില്ല, ആരെങ്കിലും മരിച്ചിട്ട് അങ്ങോട്ട് ചൊല്ലി ദിക്റില്ല, അല്ലാ തന്നെ സ്വന്തം ചൊല്ലി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു മാലയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ആ മാലക്ക് മറിക്കാനുള്ള മണികൾ 1000 എണ്ണമാണ്. 1000ന്റെ തസ്ബീഹ് മാല. ഇശാ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് ജമാഅത്തിന് നേതൃത്വം നൽകി മുദർരിസായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയാൽ ഇതൊന്ന് 12 പ്രാവശ്യം അങ്ങനെ മറിച്ച് ദിക്റിലൊന്നിട്ടാണ് ഉറങ്ങാറുള്ളത്. അപ്പൊ ഒരു 12,000. നമ്മൾ മരിച്ചിട്ട് കൂടി എത്ര തഹ്ലീൽ ഉസ്താദ് ചെല്ലാൻ പറഞ്ഞു? 1500 ഉണ്ടോ? 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു 300 ചെല്ലി വേഗം തടി തപ്പായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള സഹായത്തിന് ചെല്ലാൻ 1500 എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ കൽബ് അങ്ങനെ. ദിക്ർ ലാസിമാക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ വിടാതെ ചൊല്ലണം. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാധാന്യം കൽപ്പിച്ച ദിക്റാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ. ഒരൊറ്റ ദിക്റും വിട്ടുപോകരുത്. തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബിയാണ്, സ്വഹാബിമാരിൽ ഒരാളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, മുആദേ ഇന്നി ലഉഹിബ്ബുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു മുആദേ. അതുകൊണ്ട് ആ ഇഷ്ടം പരിഗണിച്ച് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. ലാ തദഅ ഫീ ദുബുരി കുല്ലി സ്വലാ, ഒരൊറ്റ നിസ്കാരത്തിന്റെ പിറകിലും നിങ്ങൾ ചൊല്ലാതെ വിട്ടേക്കരുത്. എല്ലാ നിസ്കാരത്തിന്റെ പിന്നിലും നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. വലിയൊരു ദിക്റാണ്, വലിയൊരു പ്രാർത്ഥനയാണ്. നിസ്കാരാനന്ദമുള്ള പ്രാർത്ഥനകൾക്ക് സ്വർഗമല്ലേ പ്രതിഫലമായി പറഞ്ഞത്. അതൊരു അവജ്ഞയോടെ കാണുന്ന സ്വഭാവം പാടില്ല. നല്ല കരുതലോടെ നിർവഹിക്കേണ്ടതാണ് ആ ദിക്ർ. അറിയാത്തവര് നോക്കി ചൊല്ലി ശരിക്ക് പഠിക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ മാത്രമല്ല, അസ്തഗ്ഫിറുല്ലാഹ് തൊട്ട് തുടങ്ങി ആയത്തുൽ കുർസി വരെയും ശേഷം 99 ചൊല്ലിയിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ കഴിഞ്ഞ് ഒരു 10 എണ്ണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലും എന്നും ലാസിമാക്കി ചൊല്ലിയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്ന സന്ദർഭങ്ങൾ ഹദീസിൽ കാണാം. സ്വഹാബത്ത് വല്ലാതെ വീക്ഷിച്ച നേരമാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അസ്ർ നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ പെട്ടെന്ന് എണീറ്റ് പോയി. ദിക്റിനൊന്നും തങ്ങൾ സമയം കണ്ടിട്ടില്ല. വേഗം എണീറ്റ് വീട്ടിൽ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. സ്വഹാബത്തിന്റെ മുഖത്തൊരു ആശങ്ക കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എണീറ്റ് പോയപ്പോ നിങ്ങൾക്കൊരു സംശയം വന്നു, ദിക്റൊന്നും
ദിക്റൊന്നും ചെല്ലാതെ ദ്വാരന്നിരിക്കാതെ തങ്ങൾ എന്താ വേഗം പോയത്? ഒന്നുമല്ല, രാവിലെ കിട്ടിയൊരു സ്വർണത്തിന്റെ കട്ടി ഉണ്ടായിരുന്നു അവിടെ, അത് പെട്ടെന്ന് വിതരണം ചെയ്യാൻ വേണ്ടി പറയാൻ പോയതാണ്. ആവശ്യക്കാർക്ക് വേഗം കിട്ടിക്കോട്ടെ, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടി കഴിയല്ലോ, അത് വേണ്ട, ഇന്ന് അസ്തമയമാകുന്നതിന്റെ മുമ്പ് ആവശ്യമുള്ള ആളുകളെ കൈകളിലേക്ക് എത്തിക്കോട്ടെ, അത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. പിന്നെ അതേ ഇരുത്തം ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. നിസ്കാരാനന്തരമുള്ള ദിക്റിന് ദുആഇന് എടുക്കാതെ പോകുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദ്യങ്ങൾ ചോദിച്ചത് കാണാം. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് അത് വിഷയമാക്കുന്നില്ല. ഇരിക്കാൻ സുഹൃത്തെ നിനക്ക് അവിടെ സമയമില്ല എന്ന് കുട്ടിക്കോ, എന്നാ പോകുന്ന പോക്കിലും ദിക്ർ നീ വിടണ്ട, സുന്നത്ത് ഒഴിഞ്ഞു പോകൂല, ദിക്ർ ലാസിമാക്കണം, പതിവാക്കണം. ഇത്ര കൊല്ലം നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് ശേഷം ഒരു ദിക്റും മുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ സലാം വീട്ടി എണീറ്റ് പോയാൽ പിന്നെ നമ്മളെ മക്കള് അടുത്തൊരു തലമുറ കാണുന്ന കാഴ്ച ഇതാണ്. പഴയകാലത്തെ ഉപ്പാപ്പമാര് അവര് ജമാഅത്തിന് നേതൃത്വം നൽകുന്നു. നമ്മളെ പുരയിലെ വല്യപ്പമാര് വല്യമ്മമാര് പുരയിലെ ദിക്റിന് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്നു. വല്യമ്മമാര് പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വല്യപ്പ നിസ്കാരം കഴിച്ചിട്ട് ഒരാളെ എണീറ്റ് പോകുകയാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ താളം കാട്ടിയിരിക്കാൻ പറയും. ദിക്ർ മുഴുവനും ചൊല്ലി തീർത്തിട്ട് പറയും എങ്ങോട്ടാ പോകുന്നത്, ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദിക്റിന് കൂടുതൽ സമയം വേണ്ട, ചുരുങ്ങിയ സമയമേ വേണ്ടൂ. കൂടുതൽ ദ്വാരക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നിട്ടൊരു സ്വലാത്തും ഹംദും ചൊല്ലണം. കാരണം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ അല്ലാഹു ഖുർആനിൽ പ്രത്യേകം കൽപ്പിച്ചതാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്, നിസ്കാരം കഴിഞ്ഞാൽ നീ പ്രാർത്ഥനയിൽ മുഴുകണേ. ആ പ്രാർത്ഥന നടത്തുമ്പോൾ നിന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കണം, അള്ളാഹുവിലേക്ക് തിരിക്കണം, അള്ളാഹുവിലേക്ക് ആശിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കാതെ പോകരുത്. അത് എത്ര തിരക്കാണെങ്കിലും ദ്വാരക്കാതെ വിട്ടുപോകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന് ദിക്റിന് നിൽക്കാതെ പോകുന്ന ആളോട് കർശന ഭാഷയിലല്ലേ തങ്ങൾ ചോദിച്ചത്, അലൈസ ലക ഫില്ലാഹി ഹജാ, അള്ളാനോടൊന്നും ചോദിക്കാനല്ലേ എങ്ങോട്ടേ മണ്ടുന്നത്, എങ്ങോട്ട് ഓടിപ്പോകുന്നത്? അലൈസ ലക ഫില്ലാഹി ഹജാ, അള്ളാഹുവിനോട് ആവശ്യം ചോദിക്കാനില്ലേ? ഗൗരവത്തിലാ തങ്ങൾ ചോദിക്കുന്നത്. ദുആഇന് ദിക്റിന് നിൽക്കാതെ പോകുന്ന ആളോട്. അതുകൊണ്ട് ദിക്റുല്ലാഹി തആല എല്ലാ സന്ദർഭങ്ങളിലും ലാസിമാക്കുക. ദിക്ർ ചൊല്ലാതെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. തങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ആദ്യം ഒരു ചെറിയ കുട്ടി, ചെറിയ പെൺകുട്ടിയാണ്, ആ കുട്ടി ഇങ്ങനെ ഓടി വന്ന് മക്കളുണ്ടാവുമല്ലോ ചെറിയ പുരയിലൊക്കെ മക്കൾ, ചെറിയ കുട്ടികൾ ഓടി വന്ന പ്ലേറ്റിലേക്ക് ഇങ്ങനെ കൈ പോകുന്നപ്പോ നിങ്ങൾ ആ കൈ പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വരുന്നൊരു അറാബിയാണ്. അറാബികൾക്ക് പിന്നെ അത്ര കഥ ഉണ്ടാവും. ഒരു അറാബി വന്ന് വേറൊരു കൈ പാത്രത്തിൽ കൈയിട്ടപ്പോ അറാബിന്റെ കൈ പിടിച്ചു. ഇപ്പൊ രണ്ട് കൈ പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും ഒന്ന് ദിക്ർ ചൊല്ലാതെ ശൈത്താൻ ഹലാലായി കിട്ടണോ. അതിനാദ്യൊരു പെൺകുട്ടിയെ വിട്ടു. കുട്ടിയെ ചീത്ത അറിയില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ, അവർക്ക് തക്ലീഫൊന്നും എത്തിയിട്ടില്ലല്ലോ, ആരും ചീത്ത അറിയില്ലല്ലോ. അപ്പൊ ഞാൻ കുട്ടിനെ പിടിച്ചു. കുട്ടിനെ പിടിച്ചപ്പോ പിന്നെ ശൈത്താന് അറാബിനെ വിട്ടു. അറാബിനെ പിടിച്ചു. രണ്ടുപേരെ ഒന്ന് വേക്കോട്ട് നിർത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ദിക്ർ ചൊല്ലിയിരുന്ന വിധങ്ങളൊരു പിടി കുട്ടിക്ക് കൊടുത്തു, ഒരു പിടി അറാബി കൊടുത്ത്. ഇത്രത്തോളം ദിക്ർ പതിവാക്കണം. കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾ ഒരാൾ ദിക്ർ ഉറക്കെ ചൊല്ലിയാൽ എല്ലാവർക്കും അത് ചൊല്ലാൻ സഹായകമായ. അതിന് മടിയൊന്നും കാണിക്കണ്ട. എല്ലാവരും ചൊല്ലിന്റെ ഒരു ശതമാനം ഇങ്ങോട്ട് പോരും. ഒരു പന്തലിരിക്കുന്ന 150 ആളിരിക്കുന്ന ഒരാളൊക്കെ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയപ്പോ 150 ആളും ചൊല്ലാനുള്ള കാരണമായാൽ എത്ര വലിയ പ്രതിഫലമാണ് അയാൾ അക്കൗണ്ടിലേക്ക് അള്ളാഹു നൽകുന്നത്. അവന്റെ ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തിയ കാരണം കൊണ്ട്, ഒരു ദിക്ർ ചൊല്ലാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ള കാരണം. അതുകൊണ്ടല്ലേ ഉസ്താദന്മാർ സുബ്ഹാനല്ലാഹ് എന്നൊന്ന് ഉറക്കെ ഓർമ്മപ്പെടുത്തി. അപ്പൊ മൗമൂമിങ്ങളൊക്കെ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞവരൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലും. ആളുകൾ പല ചിന്തയിലേക്കും പോകാലോ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധ തിരിച്ചു വിളിക്കാം.
അപ്പൊ ദിക്ർ ലാസിമാക്കണത് വിടാൻ പാടില്ല. ഉലമാ ഉമറായിന്റെ നിത്യേന സ്വഭാവം. പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ചയൊക്കെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ ജമാഅത്തിന് വരുമ്പോ എന്താണ് ആളുകളെ പണി? ദിക്റിന്റെ മജ്ലിസിലേക്ക്, വാളിന്റെ മജ്ലിസിലേക്ക്, നല്ല ഏത് മജ്ലിസിലേക്കും പോകുമ്പോ ഫീ ത്വരീഖിഹി വഹുദൂരിഹി ബിദിക്രിൻ വസലാത്ത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പഠിപ്പിച്ചില്ലേ, പള്ളിയിലേക്ക് വരുന്ന വഴിയിലും നിസ്കരിക്കാൻ വേണ്ടി അവിടെ ഹാജരായിട്ടും ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും മുഴുകണം. വേറെ സംസാരങ്ങളൊക്കെ മാറ്റിവെക്കണം. അത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും സമയമാണ്. അതിൽ മുഴുകേണ്ട നേരമാണ്. ആ സമയം ഫുള്ളതിന് ചെലവഴിക്കണം. അത് ദിക്ർ സഹോദരങ്ങളെ പതിവായി ചൊല്ലേണ്ട ദിക്റുകളൊക്കെ പതിവാക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല അവലംബമാക്കി പഠിപ്പിച്ചത് ദിക്റാണ്. ഒരു ഘട്ടത്തിൽ മാത്രമല്ല, വിവിധ ഘട്ടങ്ങളിൽ. നിങ്ങൾ കണ്ടില്ലേ, ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നൊരു ബദർ ഉണ്ടായിട്ടുണ്ട്. ആ ബദറിന്റെ സന്ദർഭവും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിച്ചു. അതേ, ധൈര്യമുണ്ടെങ്കിൽ ഇനി ബദറിലേക്ക് ഒന്നുകൂടി വരണം. നിങ്ങൾ നേരത്തെയുള്ള ബദർ പോലെ കണ്ടുവരണ്ട, നല്ലോണം ഒരുങ്ങി വന്നോളൂ, നിങ്ങളെ പിടിച്ച് റെഡിയാക്കി അങ്ങ് വിടും. അങ്ങനെ ഒരാളെ പറഞ്ഞയച്ചു, അബൂ സുഫിയാനും ഒരാളെ പറഞ്ഞയച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. നിങ്ങൾക്ക് വേണ്ടി ആളുകൾ നല്ലോണം സംഘടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ നല്ലോണം പേടിക്കണം, നിങ്ങൾ പോകണ്ട എന്നതാണ് ഇവിടെ വന്ന് വാൺ ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, താല്പര്യമുള്ള ആളുകൾ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് താല്പര്യമുള്ളവരെല്ലാരും പോരണം. ഫസാദഹും ഈമാനാ. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട് എന്നുള്ള വാണിങ് സ്വഹാബത്തിന് ഈമാനേറ്റി, അവർക്ക് ആവേശമേറ്റി. അവരതാ മുറിവ് പറ്റിയവരും പരിക്കുണങ്ങാത്തവരും ഉഹദിൽ നിന്ന് പരിക്കുണങ്ങാത്തവരടക്കം ബദറിലേക്ക് അങ്ങ് ചെന്നു. ഒരാഴ്ചക്കാലം അന്ന് ബദറിൽ സീസണിന്റെ സമയമാണ്, ചന്ത നടക്കുന്ന സമയമാണ്. സ്വഹാബത്ത് ഒരുപാട് വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വേണ്ടി കരുതി വെച്ചതൊക്കെ കയ്യിലെടുത്തു. ഒരാഴ്ചക്കാലം അവിടെ നിന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒറ്റ കുട്ടിയും അങ്ങോട്ട് വന്നില്ല. അപ്പോഴും സ്വഹാബത്തിന്റെ നാവിലൂടെ ദിക്റാണ് വരുന്നത്, കിബിറല്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എല്ലാരും ചൊല്ലി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു മതി നമുക്ക് എല്ലാ വിഷയത്തിനും. വനിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന അല്ലാഹു ഏറ്റവും ഏൽപ്പിക്കപ്പെടാൻ പറ്റിയവൻ തന്നെയാണ് എന്ന അർത്ഥത്തിൽ ദിക്റും ചൊല്ലി സന്തോഷത്തോടെ ബദറിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങി. ഖുർആൻ പറയുന്നുണ്ട്, ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസും സൂ. ഒരു വിഷമവും തൊട്ടു തീണ്ടാതെ അല്ലാഹുവിൽ നിന്ന് വലിയ അനുഗ്രഹവും വലിയ ഔദാര്യവും സാമ്പത്തിക പുരോഗതിയുമായിട്ട് ബദറിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് മടങ്ങി. ഒരാളെയും അവർക്ക് പേടിക്കേണ്ടി വന്നിട്ടില്ല, ഒരു വിഷമവും തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോഴും ദിക്റാണ്, എല്ലാ സന്ദർഭങ്ങളിലും ദിക്റാണ്. ബദറിലും ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടത് അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്.